കോഴിക്കോടിന്റെ ചങ്ങായി ആരായിരിക്കുമെന്ന് നമുക്കറിയാം. കൂട്ടി കിഴിച്ചു നോക്കാം. നയൻതാര ചേരുന്നുണ്ട്. നയൻതാര, അവിടുത്തെ ഒരു മത്സര ചിത്രം എന്ന് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട വടകരയ്ക്ക് തൊട്ടു പിന്നാലെ നിൽക്കുന്ന ഒരു മണ്ഡലം മറ്റൊരു മണ്ഡലം കൂടിയായി കോഴിക്കോട് മാറുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുന്ന 2009 അങ്ങ് കണ്ണൂരിൽ നിന്നും വണ്ടി കയറിയ രാഘവൻ, MK രാഘവൻ, പിന്നീട് കോഴിക്കോട്ടേക്ക് ഒരു ഡിപ്പോസിറ്റും ഇല്ലാതെ ആണ് അന്ന് എത്തുന്നത്. പിന്നീട് കോഴിക്കോടിന്റെ സ്വന്തം രാഘവേട്ടനായി നെഞ്ചോട് ചേർക്കുന്നു. പിന്നീട് ഇത്തവണ എന്തായാലും പലരും ഗോതയിലിറങ്ങി രാഘവേട്ടനെ വീഴ്ത്താൻ നോക്കി. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം CPM-ന്റെ മുതിർന്ന നേതാവ് സിറ്റിംഗ് MP ആയിരുന്ന എളമരം കരീം കളത്തിലിറങ്ങുന്നു. BJP-യും ചില്ലറ പ്രതീക്ഷകളല്ല ഈ മണ്ഡലത്തിൽ വെക്കുന്നത്. അങ്ങനെ പൊതുവെ നോക്കുമ്പോൾ മൊഞ്ചുള്ള കോഴിക്കോട് ആരെ നെഞ്ചോട് ചേർക്കും? നയൻതാര, സാധ്യതകൾ? പ്രതീക്ഷ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോടിന്റെ മണ്ണിൽ രാഘവേട്ടൻ തുടരുമോ അല്ലെങ്കിൽ എളമരം കരീം, അങ്ങനെ പറയുന്നില്ല, തുടക്കത്തിലെ കരീം രാഘവേട്ടൻ എന്നതായിരുന്നു. അതിലേക്കൊക്കെ കടക്കാം. ആരാണ് ഈ കോഴിക്കോട് മണ്ണിനെ ചേർത്ത് പിടിക്കുക എന്നൊക്കെ കാത്തിരിക്കാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. കോഴിക്കോടിനെ സംബന്ധിച്ച് പ്രതീക്ഷ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് വണ്ടി കയറി കോഴിക്കോടെത്തിയ രാഘവേട്ടൻ 2009 ഇവിടെ എത്തുന്നു. തുടർച്ചയായി ഇവിടെ കോഴിക്കോട് അദ്ദേഹം അങ്ങോട്ട് എടുത്തു. അദ്ദേഹത്തിൻ്റെ കൈകളിലാണ് കോഴിക്കോടുള്ളത്. ഇനി അദ്ദേഹം ഇത്തവണയും അദ്ദേഹത്തിൻ്റെ കൈകളിലായിരിക്കുമോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലൊക്കെ നിൽക്കുകയാണ്. പൊതുവെയുള്ളൊരു അന്തരീക്ഷം കോഴിക്കോട് MK രാഘവന് അനുകൂലമായ സാഹചര്യം എന്നാണ് എക്സിറ്റ് പോൾ റിപ്പോർട്ടുകൾ ഫലമൊക്കെ വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം, അതായത് 2009 അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും അതിനുശേഷം ഉള്ള വർഷങ്ങളിലൊക്കെ അദ്ദേഹം ആ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു വരികയാണ് ചെയ്തത്. ആ ഒരു ചരിത്രമുള്ള ആളാണ് MK രാഘവൻ. അതും ഇത്തവണ ആ ഒരു ചരിത്രം ഇത്തവണയും തുടരും എന്നാണ് MK രാഘവൻ പറയുന്നത്. അങ്ങനെയാവുമോ എന്ന കാത്തിരിപ്പിലാണ് കോഴിക്കോടുള്ളത്. എളമരം കരീമിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ പ്രചരണ കാലം മുതൽ അതായത് കോഴിക്കോടിനെ സംബന്ധിച്ച് UDF-ന്റെ ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് രാഘവേട്ടൻ എന്ന് തന്നെയാണ്. അവർ പറയുന്നത് രാഘവേട്ടന് മുഖവിരയുടെ ആവശ്യമില്ല, രാഘവേട്ടൻ എന്നൊരു വിളി മാത്രം മതി. ആ ഒരു ധൈര്യമായിരുന്നു UDF-നെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അതേ പ്രചരണ രീതി തന്നെ LDF ആ സമയത്ത് ഇറക്കിയെന്നൊരു ആക്ഷേപം അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതായത് കരീംക, ബോർഡുകളിൽ നിറയെ കരീംക എന്നായിരുന്നു. അതായത് മത്സരങ്ങൾ തമ്മിൽ രാഘവേട്ടനും കരീംകയും തമ്മിൽ എന്നൊരു സംഭവം നിലനിന്നിരുന്നു. പിന്നീട് വലിയൊരു ആരോപണങ്ങൾക്ക് അത് വഴിയൊരുക്കിയപ്പോൾ കരീംക എന്നൊരു പ്രയോഗം മാറ്റി അവർ എളമരം കരീം എന്ന രീതിയിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തത് LDF. എന്തായാലും തൊഴിലാളികളുടെ നേതാവ് എന്ന നിലയിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് LDF ഇറക്കിയത്. അദ്ദേഹത്തിന് കോഴിക്കോടിൻ്റെ മണ്ണിനെ അത്രമേൽ അറിയുന്ന ഒരു നേതാവ് എന്ന രീതിയിലാണ് LDF അദ്ദേഹത്തിനെ ഇറക്കിയിരുന്നത്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെച്ചിരുന്നു. പക്ഷേ സാധാരണക്കാരുടെ ഇടയിലേക്ക് എളമരം കരീമിന് എത്തിച്ചേരാൻ സാധിച്ചില്ല എന്നൊരു പൊതുവായ ഒരു അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ തവണ മത്സരിച്ച പ്രദീപ് കുമാറിനെ ഇറക്കിയാണ് ഇത്തവണ പ്രചരണ പരിപാടികളൊക്കെ നടത്തിയിരുന്നത് എന്നൊരു ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എളമരം കരീമാണോ അല്ലെങ്കിൽ MK രാഘവനാണോ രാഘവേട്ടനാണോ കോഴിക്കോടിനെ നിലനിർത്തുക എന്ന രാഘവേട്ടനെ കണ്ണൂരിലേക്ക് കോഴിക്കോട് എന്ന വണ്ടി കയറ്റുമോ അതോ നെഞ്ചോട് ചേർത്ത് ആ മണ്ഡലത്തിൽ തന്നെ നിലനിർത്തുമോ? ഇളമരം കരീം ഡൽഹിക്ക് വീണ്ടും വണ്ടി കയറുമോ അതോ വീണ്ടും പാർട്ടി പ്രവർത്തനവുമായി അവിടെ തുടരേണ്ടി വരുമോ? BJP-ക്ക് എന്തെങ്കിലും ചലനം കോഴിക്കോടിന്റെ മണ്ണിൽ ഉണ്ടാക്കാൻ കഴിയുമോ സാമൂതിരിയുടെ നാട്ടിൽ എന്നൊക്കെയാണ് നമ്മൾ ചോദ്യങ്ങളായി